ഇതൊരു പ്ലേറ്റ് വെക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. എന്നിട്ടിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്തിട്ട് കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് വഴറ്റി പുളി പിഴിഞ്ഞ വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മത്തി ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഒന്നങ്ങ് മൊരിഞ്ഞ് വന്നാൽ നമ്മുടെ വൈറൽ ഐറ്റം റെഡി ആയിട്ടോ. ഇന്ന് ചോറിലേക്ക് ഇനി വേറെ ഞാൻ കറികളൊന്നും തന്നെ ഉണ്ടാക്കി എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കാരണം. വയനാടിൻ്റെ പരമ്പരാഗത തനത് രുചിക്കൂട്ടി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വയനാടൻ തുറമാങ്ങ പെപ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് തുറമാങ്ങ ചീന്താണ് കേട്ടോ. പിന്നെ അതാ തുറമാങ്ങയുടെ അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. ഇതൊന്ന് നാവിൽ വെച്ചാൽ മതി ഒരു പ്ലേറ്റ് ചോറിനാൻ വേണ്ടിയിട്ട്. ഇത് മാമ്പഴത്തിൽ അലിഞ്ഞ നെല്ലിപ്പുളിയാണ് കേട്ടോ. അരിനെല്ലിക്കയും കാന്താരിയും കൂടി ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണിത്. നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. പിന്നെ അതാ ബീഫിൻ്റെ അച്ചാറും ഉണ്ട്. ബീഫിൻ്റെ അച്ചാറിൽ ആ ഒരു ബീഫിൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാല കയറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ ഒരു ബീഫ് മസാലയ്ക്ക് തന്നെ. ഇതാ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇതാ തുറമാങ്ങയിലേക്ക് കുറച്ച് തൈരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അതിൽ ചാലിച്ചിട്ട് ചോറിൽ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സോൾട്ടി ഫ്ലേവേഴ്സ് എന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അവരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.